തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം മൂന്നുമുക്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ലോഡ്ജ്. കാട് പിടിച്ച് ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 3 നില കെട്ടിടം. രാവിലെ 9 മണിയോടെ പോലീസും ആൾക്കൂട്ടവും എത്തിയതറിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് ലോഡ്ജിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ഒരു യുവതിയെ. കോഴിക്കോട് സ്വദേശിനിയായ 40-കാരി അസ്മിനിയുടെ മരണത്തിൽ ആൺസുഹൃത്ത് കൊല്ലം ഓച്ചിറ സ്വദേശി ജോബി ജോർജ് സംശയമുനയിലാണ്. ഇതേ ലോഡ്ജിലെ ജീവനക്കാരനായ ജോബി കഴിഞ്ഞ രാത്രിയാണ് യുവതിയെ ഇവിടെ എത്തിച്ചത്. പുലർച്ചെ 4 മണിയോടെ ഇവിടെ നിന്നും രക്ഷപ്പെട്ട യുവാവിന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഒരാഴ്ച മുൻപ് ലോഡ്ജിൽ പുതുതായി ജോലിക്കെത്തിയ കായംകുളം സ്വദേശി ജോബി ജോർജ് തന്റെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയാണ് അസ്മിനയെ ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ ലോഡ്ജിലെത്തിച്ചത്. ലോഡ്ജിൽ ജോലിക്ക് കയറിയ സമയത്ത് ഇയാൾ ആധാർ കാർഡോ മറ്റു വിവരങ്ങളോ നൽകിയിരുന്നില്ല. അതുമായി ഭാര്യ വരുമെന്നാണ് ലോഡ്ജിൽ പറഞ്ഞിരുന്നത്. പുലർച്ചെ 4 മണിയോടെ ജോബി ലോഡ്ജിൽ നിന്ന് ആരോടും പറയാതെ പുറത്തേക്ക് പോയി. രാവിലെ സംശയം തോന്നിയ മറ്റു ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി മുറിയിൽ കയറി നോക്കുമ്പോഴാണ് യുവതിയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്റ്റാഫ് ഈ ലോഡ്ജിലെ സ്റ്റാഫ് വന്ന മുറി തുറക്കാത്തതെന്ന് നോക്കുമ്പോൾ അവർക്ക് സംശയം തോന്നിയാണ് പോലീസിനെ വിളിച്ചത്. പോലീസ് വന്നിട്ടാണ് മുറി തുറന്നപ്പോൾ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. സ്ത്രീക്ക് പരിക്കുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ താമസിച്ചിരുന്ന ഒരു യുവാവ് ആണ് കൂടെ താമസിച്ചിരുന്നത്. ആ യുവാവ് രാവിലെ തന്നെ ഇവിടുന്ന് പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കൂടുതൽ അന്വേഷണത്തിൽ നടക്കുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കുന്നതാണ്. ആയതിനെ സംബന്ധിച്ച് ഈ സംശയമുള്ള ആളിനെയും മറ്റും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തലയ്ക്കും ചെറിയ മുറിവുകളുണ്ട്. മരണകാരണം ഏതാണെന്ന് നാളെ പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യുവാവ് ഇവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന യുവാവാണ്. യുവാവിനെ അന്വേഷിക്കുന്നുണ്ട്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാൾ കായംകുളം ഭാഗത്ത് താമസിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് സ്വദേശിനിയാണ് അസ്മിന. മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും യുവതിയുടെ കയ്യിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. മുറിക്കുള്ളിൽ നിന്ന് പൊട്ടിയ മദ്യക്കുപ്പിയുടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ജോബി ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സംഭവത്തിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ.